ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വയനാട് ദുരന്ത സമയത്ത് പിരിച്ച പണം അതിപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ പണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ചെലവഴിക്കുന്നു എന്ന വിമർശനമാണ് ഉയർന്നു വരുന്നത്. വയനാട് ദുരന്തം കേരളത്തിൻ്റെ സമീപ ഭൂതകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ്, വൻ ദുരന്തം. എല്ലാ മലയാളികളെയും കരയിപ്പിച്ച വൻ ദുരന്തമാണുണ്ടായത്. കണ്ണടച്ച് തുറക്കുന്ന നിമിഷത്തിനിടയിൽ ഒരു ഭൂപ്രദേശം ഇല്ലാതെയായി. നൂറുകണക്കിന് മനുഷ്യർ ഇരകളാക്കപ്പെട്ടു. ചതഞ്ഞരഞ്ഞ മൃതശരീരങ്ങൾ, ശരീരഭാഗങ്ങൾ ചാലിയാർ പുഴയിലൂടെ അനാഥമായി ഒഴുകുന്നതിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു. നമ്മുടെ നാട് കണ്ണീരണിഞ്ഞ ദുരന്തമായിരുന്നു. ആ ദുരന്തത്തിനിരയായവരിൽ പലരുടെയും മൃതശരീരം പോലും ഇപ്പോഴും കിട്ടിയിട്ടില്ല. ചിലരുടെ ശരീരഭാഗങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നാടാകെ തകർന്നുപോയി. ആ ഘട്ടത്തിലാണ് പല സംഘടനകളും തങ്ങളാൽ കഴിയുന്ന സേവനം ചെയ്യുന്നതിന് വേണ്ടി രംഗത്തിറങ്ങിയത്. ആ അവസരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പണം പിരിക്കാനാണ് കോൺഗ്രസും പോഷക സംഘടനകളും ശ്രമിച്ചത്. വൻതോതിലുള്ള പണപ്പിരിവാണ് നടത്തിയത്. അതിന് പ്രത്യേകമായി ഒരു ആപ്പ് തന്നെ ഡിസൈൻ ചെയ്തു. ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകും എന്നായിരുന്നു വാഗ്ദാനം. അത് സംബന്ധിച്ച് നമ്മൾ പലതവണ ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വീട് വെച്ച് നൽകുന്നതിന് ചെറുവിരൽ പോലും അനക്കാൻ അവർ തയ്യാറായില്ല. വലിയ വിമർശനം ഉയർന്നു വന്നപ്പോഴാണ് അവസാനം തിരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് സാങ്കേതിക നടപടിക്രമങ്ങൾ പോലും പൂർത്തിയാക്കാതെ, വാസയോഗ്യമാണോ എന്ന കാര്യത്തിൽ തന്നെ തർക്കമുണ്ട്, ഞാനതിപ്പോഴൊരു ആരോപണമായി ഉന്നയിക്കുന്നില്ല, 3 ഏക്കറയോ മറ്റോ സ്ഥലം വാങ്ങി എന്ന് പറയുന്നു. ഇവർ വാഗ്ദാനം ചെയ്ത വീടുകൾ വെച്ചു കൊടുക്കാൻ ആ സ്ഥലം മതിയോ എന്ന ചോദ്യമെല്ലാം പ്രസക്തമാണ്. എന്തുമാവട്ടെ, എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് ചെയ്യട്ടെ എന്നാണ് സാധാരണ ജനം കരുതിയിട്ടുണ്ടാവുക. വലിയ ആഘോഷപൂർവം തറക്കല്ലിട്ടു. കോൺഗ്രസിന്റെ ചരിത്രം അറിയുന്നവർക്കറിയാം, അക്കല്ലല്ലാതെ അതിനു മുകളിൽ ഒരു നിർമ്മാണം നടക്കുമെന്ന പ്രതീക്ഷ പലരും അന്ന് പ്രകടിപ്പിച്ചിട്ടില്ല. എന്നാൽ പ്രതിപക്ഷ നേതാവ് അസന്നിഗ്ധമായി അന്ന് പറഞ്ഞത് 10 ദിവസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാവുമെന്നാണ്. അദ്ദേഹം പറയുന്ന വാക്കിന്റെ വില ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ആരും വലിയ വ്യാമോഹം വെച്ച് പുലർത്തിയിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഇന്നലെ അദ്ദേഹം പറയുന്നു അവിടെ പണി തുടങ്ങി. അദ്ദേഹം പറയുകയാണ്. എങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിന് ഇങ്ങനെ പറയാനാകുന്നു എന്നതാണ് പ്രധാനം. അവിടെ സ്ഥലത്ത് പോയി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പണിയും തുടങ്ങിയിട്ടില്ലെന്ന് മാത്രമല്ല, കെട്ടിട നിർമ്മാണത്തിന് അനുമതി തേടിക്കൊണ്ടൊരു അപേക്ഷ പോലും തദ്ദേശ സ്ഥാപനത്തിന്റെ മുൻപാകെ വന്നിട്ടില്ല എന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഒരു കെട്ടിടം കേരളത്തിൽ നിർമ്മിക്കണമെങ്കിൽ അതിന് കെട്ടിട നിർമ്മാണ ചട്ടപ്രകാരം തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും അനുമതി വാങ്ങണം, രേഖാമൂലമുള്ള അനുമതി വാങ്ങണം. അനുമതി വാങ്ങണമെങ്കിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള വിശദമായ പ്ലാൻ ഉൾപ്പെടെ സമർപ്പിക്കണം. ഇതൊന്നും ചെയ്തിട്ടില്ല. കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് അതിനായി അപേക്ഷ പോലും കൊടുത്തിട്ടില്ല എന്നത്. ഇത്രമാത്രം വൈകിയതെന്തെന്ന ചോദ്യത്തിന് ഇന്നലെയും ആവർത്തിച്ചിട്ടുള്ള മറുപടി, സർക്കാർ ഞങ്ങൾക്ക് ഭൂമി തരുമെന്ന് കരുതി കാത്തിരുന്നു, സർക്കാർ ഭൂമി വന്നില്ല എന്നാണ്. സർക്കാരിനോട് ഭൂമി വേണം ഇങ്ങനെ ഒരു പ്രൊജക്റ്റിന് വേണ്ടി എന്ന് ആരാണ് ആവശ്യപ്പെട്ടത്? അങ്ങനെ ഒരു ആവശ്യമേ ഉയർന്നിട്ടില്ല എന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇനി അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ ഭൂമി കൊടുക്കും എന്ന് എപ്പോഴാണ് സർക്കാർ പറഞ്ഞത്? ഭൂമി കൊടുക്കാമെന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല. ഭൂമി വേണമെന്നാരും ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇല്ലാത്ത കാര്യങ്ങൾ ന്യായമായി ഉന്നയിക്കുകയാണ്. വൈകിയതിന് ന്യായം കണ്ടെത്തുകയാണ്. തുടങ്ങാത്ത പണി തുടങ്ങി എന്ന് കള്ളം പറയുകയാണ്. ഞാനിവിടെ അതിനെ വിമർശിക്കാനല്ല ഉദ്ദേശിച്ചത്. നാടിനെ നടുക്കിയ ഒരു മഹാദുരന്തം, ഇന്ന് വരെ നാം കേട്ടിട്ടില്ലാത്ത വൻ ദുരന്തം, നമ്മുടെ കൂടപ്പിറപ്പുകളായ മനുഷ്യർ കൊല്ലപ്പെട്ട, ഒരു നാടാകെ തകർന്നു പോയ, നാട് വിറങ്ങലിച്ചു പോയ ഒരു ദുരന്തം. ആ ദുരന്തത്തെ അവസരമാക്കി കണ്ട് പണം പിരിച്ച് അത് മോഷ്ടിക്കുക എത്ര മനുഷ്യത്വരഹിതമായൊരു കാര്യമാണത്. വിക്ടർ ഹ്യൂഗോവിന്റെ പാവങ്ങൾ എന്ന നോവലിൽ ഒരു കഥാപാത്രമുണ്ട്, തെനാർദിഗർ എന്ന് പറയുന്നൊരു കഥാപാത്രം. ആ കഥാപാത്രം ലോകത്തിലെ എല്ലാ
ക്രൂരതയുടെയും പ്രതീകമെന്ന പോലെ ആവിഷ്കരിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ്. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ചെയ്യാൻ മടിക്കുന്ന എന്തു നീച കൃത്യവും ചെയ്യാൻ മടിയില്ലാത്ത ഒരു മനുഷ്യരൂപമുള്ള കഥാപാത്രം. ആ കഥാപാത്രത്തിൻ്റെ നീചമായ മനസ്സ് വായനക്കാരിലേക്ക് പകർന്നു നൽകാൻ ഹ്യൂഗോ കണ്ടെത്തിയ ഉപായം, അയാളുടെ നീചകൃത്യങ്ങളുടെ ആഴം വായനക്കാരന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കൃതിയിൽ ശ്രമിച്ചതായി കാണുന്നത് യുദ്ധത്തിലും മറ്റും പരിക്കേറ്റ് കൊല്ലപ്പെട്ട യോദ്ധാക്കൾ, അങ്ങനെ കൊല്ലപ്പെട്ട മനുഷ്യരുടെ മൃതശരീരങ്ങൾക്കടുത്ത് ചെന്ന് മരണം ഉറപ്പാക്കിയ ശേഷം ആ മൃതശരീരത്തിൽ നിന്ന് മോഷ്ടിക്കാൻ പറ്റുന്നതൊക്കെ മോഷ്ടിക്കുക, ആഭരണങ്ങളും പണവും ഒക്കെ മോഷ്ടിക്കുക. അപ്പം മൃതശരീരങ്ങളിൽ നിന്ന് മോഷണം നടത്തുന്നവരാണ് ഏറ്റവും നീചൻ എന്ന സന്ദേശമാണ് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ പരിഭാഷപ്പെടുത്തപ്പെട്ട നോവലുകളിൽ ആദ്യത്തെ നോവലുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന, മറ്റു നോവലുകളും ഉണ്ടാവും, എന്നാലും ആദ്യകാലത്തെ നോവലുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന പാവങ്ങളിലൂടെ വായനക്കാർക്ക് പകർന്നു നൽകിയത്. വിദ്യാർത്ഥി സമരങ്ങളുടെയൊക്കെ ഭാഗമായി ഞങ്ങളൊക്കെ വിദ്യാർത്ഥി പ്രവർത്തകരായിരിക്കുമ്പോൾ ഞങ്ങളുടെ പേരിൽ എടുക്കപ്പെട്ട കള്ളക്കേസുകളുടെയൊക്കെ ഭാഗമായി ഞങ്ങൾക്ക് ജയിൽ കിടക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അങ്ങനെ കോഴിക്കോട് ജില്ലാ ജയിലിൽ ഞങ്ങളൊക്കെ വിദ്യാർത്ഥി പ്രവർത്തകരായി കിടക്കുമ്പോൾ മറ്റു പല കേസുകളിലെയും പ്രതികളായിട്ടുള്ളവരവിടെ സഹതടവുകാരായിട്ടുണ്ടായി. അതിൽ പോക്കറ്റടിക്കാർ, സ്ഥിരമായി കളവ് നടത്തുന്നവർ, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. സാഹചര്യം കൊണ്ടൊക്കെ അങ്ങനെ ആയിപ്പോയവരാണ്. അപ്പോൾ അവരുമായിട്ടൊക്കെ കുറേ ദിവസം ജയിൽ കിടക്കേണ്ടി വന്നപ്പോൾ സംസാരിക്കുകയും അവരുടെ അനുഭവങ്ങൾ അവർ പറയുകയൊക്കെ ചെയ്തപ്പോൾ ഈ മോഷ്ടാക്കളും പോക്കറ്റടിക്കാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് അവരുടേതായ ചില കോഡ് വാക്കുകളും ഭാഷകളും ഒക്കെ ഉണ്ട്. ഓരോ മോഷണത്തിനും പ്രത്യേക രീതികളൊക്കെയാണ്. ഇപ്പോൾ പോക്കറ്റടി എന്ന് നമ്മൾ പറയും, അവരങ്ങനെ പറയില്ല, അതിന് വേറൊരു വാക്കാണ് ഉപയോഗിക്കുക. അത് കേട്ടാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അത് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ വളരെ ശ്രദ്ധിച്ച ഒരു കാര്യം, അവർക്കിടയിലും ചില ധാർമ്മികതകളുണ്ട്. മോഷ്ടാക്കൾക്കിടയിലെ ധാർമ്മികത, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, പോക്കറ്റടിക്കും, മറ്റ് പലതരത്തിൽ മോഷണം നടത്തും, സ്ഥാപനങ്ങൾ കൊള്ളയടിക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷേ വഴിയിൽ മരിച്ചു കിടക്കുന്ന ഒരാളുടെ ശരീരത്തിൽ നിന്നൊന്നും എടുക്കില്ല മോഷ്ടാക്കൾ. അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരാളിൽ നിന്നും മോഷണം നടത്തില്ല. എന്നാൽ ചില നീചന്മാർ അതും ചെയ്യും. അങ്ങനെ ചെയ്യുന്നവരെ മോഷ്ടാക്കൾക്കിടയിൽ വിശേഷിപ്പിക്കുന്നൊരു വാക്ക് ശവം തൂക്ക് എന്നാണ്. അവരുടെ കൊടുഭാഷയിൽ ശവം തൂക്ക് എന്നാണ് പറയുക. ശവം തൂക്കിന്റെ പ്രത്യേകത, ശവം തൂക്കാണ് എന്ന് പറഞ്ഞാൽ ആ മോഷ്ടാവിനോട് മറ്റു മോഷ്ടാക്കൾ സംസാരിക്കാൻ പോലും തയ്യാറാവില്ല. മോഷ്ടാക്കൾക്കിടയിൽ അകറ്റി നിർത്തപ്പെടേണ്ട ഒരു നീചനാണ് ശവം തൂക്ക് എന്നാണ് പറയുക. ഏറ്റവും അധപ്പതിച്ച കള്ളൻ, യാതൊരു ധാർമ്മികതയും ഇല്ലാത്ത കള്ളൻ മാത്രമാണ് ഈ പണി ചെയ്യുക എന്നാണ്. മോഷ്ടാക്കളുടെ ധാർമ്മികത പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു വിഭാഗമായി കോൺഗ്രസ് മാറി. കേരള രാഷ്ട്രീയത്തിലെ ശവം തൂക്കുകാരാണ് ഇന്ന് കോൺഗ്രസ്. വയനാട്ടിലെ മൃതശരീരങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ആ പണം മോഷ്ടിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു വിഭാഗമായി കോൺഗ്രസ് മാറി. ആ പണം ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചെലവഴിക്കുകയാണ്. കോൺഗ്രസിന്റെ റാലിയിൽ പങ്കെടുക്കുന്നവർക്ക് കൂലി കൊടുക്കാൻ, അവരുടെ പ്രചരണം സംഘടിപ്പിക്കാൻ, വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ, മൺമറഞ്ഞുപോയ മനുഷ്യരുടെ ആ ദുരന്തത്തെ വിറ്റ് പണം വാങ്ങി ആ പണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എത്ര ഹീനമായ കൃത്യമാണിത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള UDF സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററിലെ സ്ഥാനാർത്ഥിയുടെ ചിരിക്കുന്ന മുഖത്തിന്റെ പിന്നിൽ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാരുടെ കണ്ണുനീരുണ്ട്. മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുടെ കരയുന്ന മുഖമുണ്ട്. കോൺഗ്രസിന്റെ ഓരോ പ്രചരണ ബോർഡിന്റെയും പിന്നിൽ വയനാട്ടിൽ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞുപോയ മനുഷ്യരുടെ വിലാപങ്ങളുണ്ട്. ഇനിയെങ്കിലും കോൺഗ്രസ് കേരളത്തിന്റെ മുൻപാകെ തുറന്നു പറയണം, എത്ര പണം പിരിച്ചു. ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ലല്ലോ. ആപ്പ് വഴി അല്ലാതെ പോഷക സംഘടനകൾ വഴി നിങ്ങൾ എത്ര തുക പിരിച്ചു? ഈ തിരഞ്ഞെടുപ്പിലെ ഈ ഘട്ടത്തിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നിങ്ങൾ വയനാട് ദുരന്തത്തെ മറയാക്കി എത്ര തുക പിരിച്ചു? ആ സംഖ്യ പറഞ്ഞാൽ മതി. അതെന്താ പറയാൻ മടി? അതെന്തുകൊണ്ടാ പറയാത്തത്? ആ തുക ഏത് അക്കൗണ്ടിലാണ് നിക്ഷേപിച്ചത്? ഇപ്പൊ വലിയ തുക കയ്യിൽ സൂക്ഷിക്കാൻ പാടില്ലല്ലോ, ബാങ്കിൽ നിക്ഷേപിക്കണമല്ലോ. ഏത് അക്കൗണ്ടിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത് ആ തുക?
പ്രതിപക്ഷ നേതാവ് പറയുന്നു KPCC പ്രസിഡന്റിന്റെയും അദ്ദേഹത്തിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും സംയുക്ത അക്കൗണ്ടിൽ, ജോയിന്റ് അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചുവെന്ന്. അത് കളവാണ് എന്ന് തെളിഞ്ഞു. അങ്ങനെ ഒരു അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചിട്ടില്ല എന്ന് വ്യക്തമായി. ഇപ്പോൾ നാമനിർദ്ദേശ പത്രികയോടൊപ്പമുള്ള സത്യവാങ്മൂലം കൂടി പരസ്യരേഖയായി മാറിയതോടെ അത് ഇല്ല, കള്ളമാണ് എന്ന് തെളിഞ്ഞു. ഏത് അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചു, എത്ര തുക കിട്ടി, ഇത് പറയാൻ എന്താ മടി? ജനങ്ങളിൽ നിന്ന് പിരിച്ച പണമല്ലേ? വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാൻ എന്ന് പറഞ്ഞ് പിരിച്ചതല്ലേ? പൊതു ആവശ്യത്തിനു വേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച പണം എത്ര പിരിച്ചുവെന്നും ഏത് അക്കൗണ്ടിലാണ് എന്നും തുറന്നു പറയാൻ കോൺഗ്രസ് തയ്യാറാവണം. ആ പണം ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനം അവസാനിപ്പിക്കണം. അത് മരിച്ചവരോടും ജീവിച്ചിരിക്കുന്നവരോടുമുള്ള വെല്ലുവിളിയാണ്, കേരളത്തിലെ മുഴുവൻ മനുഷ്യരോടുമുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ മറുപടി പറയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണം എന്നാണ് പറയാനുള്ളത്.